പ്രിയമുള്ളവരെ, പാലക്കാട് ഭഗവതിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഹേമാംബിക ദേവി ക്ഷേത്രം. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ പരിസരവും പരിസര പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവീകമായ ചൈതന്യത്തെക്കുറിച്ച് ഉള്ള വീഡിയോ ആണ്. പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഇവിടുന്ന് 3 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഇന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പിലുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, പാലക്കാട് ഭഗവതിയുടെ യൂട്യൂബ് ചാനലിൽ ഈ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഇവിടുത്തെ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഹേമാംബിക ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം, കല്ലേക്കുളങ്ങര ദേവീക്ഷേത്രവുമായി ഹേമാംബിക ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം, ഈ ഐതിഹ്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രണ്ട് ക്ഷേത്രവും മലമ്പുഴ ഹേമാംബിക ക്ഷേത്രവും അകത്തേത്തറയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലേക്കുളങ്ങര അകത്തേത്തറയിൽ സ്ഥിതി ചെയ്യുന്ന ഹേമാംബിക ക്ഷേത്രത്തിൻ്റെയും ഐതിഹ്യമാണ്. ഈ ഐതിഹ്യത്തെക്കുറിച്ച് പല ആളുകളും നമ്മളോട് ചോദിച്ചു കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയൊരു പ്രദേശത്തിലാണ് മലമ്പുഴ ഡാമിൻ്റെ ഒരു ചെറിയൊരു കെട്ട് വരുന്നത്. ഇവിടെ വന്നു പോകുന്ന പല ഭക്തജനങ്ങളും അത് കണ്ടു കാണും. ഭഗവതിയുടെ ഈ ക്ഷേത്രസന്നിധിയിൽ നിന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെയാണ്. മുൻപിൽ പറഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ആ ചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഡാമിൻ്റെ അക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്ത് ദേവിയോട് അഭ്യർത്ഥിച്ചു അവിടുത്തെ പൂജാരി. അന്ന് നാട്ടുരാജാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അവിടെ നടത്തിയ പൂജയുടെ പൂജാരിയാണ് ആവശ്യപ്പെട്ടത്, ഭഗവതിയോട് പ്രാർത്ഥിച്ചത്. പ്രായമായതിനാൽ എനിക്കിനി അവിടെ നിന്ന് വന്ന് ഈ ഇത്രയും വലിയ കൊടും വനത്തിൽ വന്ന് ഭഗവതിയെ പൂജിക്കാൻ സാധിക്കില്ല. ആയതുകൊണ്ട് എനിക്കൊരു മാർഗം കാണിച്ചു തരണമെന്ന് ഭഗവതി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഭഗവതി ആ ഭക്തൻ അല്ലെങ്കിൽ ആ പൂജാരിക്ക് ഒരു അരുൾ കൊടുത്തു. മുമ്പിൽ നടന്നോളൂ, പിന്നിൽ ദേവി വരാമെന്നും പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പാടുള്ളതെല്ലാം എന്നുള്ള കണ്ടീഷനിലോടുകൂടി അവിടുന്ന് പൂജാരി പുറപ്പെടുകയും പിന്നിൽ ദേവിയുമായി പൂജാരി നടന്നു വന്നു. അതിനുശേഷം കുറേ ദൂരം നടന്നതിന് ശേഷം വന്നിരുന്ന സ്ഥലമാണ് ഇന്നത്തെ മലമ്പുഴ ഹേമാംബിക ദേവി ക്ഷേത്രം. ഈ ഹേമാംബിക ക്ഷേത്രത്തിൻ്റെ ഇവിടെയാണ് ദേവി വന്നിരുന്നത്. ഇവിടെ നിന്ന് ഭഗവതി പൂജാരിക്ക് അരുൾ കൊടുത്തു, ഇനി നാളെ രാവിലെ ഇന്ന സ്ഥലത്ത് ഞാൻ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കുമെന്നുള്ള കൊടുത്തതിന് പ്രകാരം അവിടുന്ന് ആ ദേവിയുടെ ആ അരുൾ കേട്ടത് പ്രകാരം പൂജാരി പിറ്റേ ദിവസം ആ പറഞ്ഞ പ്രദേശത്ത് പോയി ദേവിയെ ധ്യാനിച്ച് നിന്നപ്പോഴുണ്ടായ ക്ഷേത്രമാണ് ഇനി അടുത്ത ഹേമാംബിക ദേവി ക്ഷേത്രം നിലനിൽക്കുന്ന കല്ലേക്കുളങ്ങരയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.